കൊല്ലം ശാസ്താംകോട്ട മുതുവിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പൂക്കളത്തിൽ സിന്ദൂരമർപ്പിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പൂക്കളം ഇട്ടതിൽ കേസെടുത്തവർക്കുള്ള മറുപടിയായിട്ടാണ് സിന്ദൂരം അർപ്പിച്ചതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കേസെടുത്ത സൈനികനെയും നാട്ടുകാരെയും അദ്ദേഹം നേരിൽ കണ്ടു. കൊല്ലത്ത് നിന്ന് എം മനോജ് ചേരുന്നു. മനോജ്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഐക്യദാർഢ്യം, അദ്ദേഹം ആ ക്ഷേത്രത്തിൽ എത്തി പൂക്കളത്തിൽ സിന്ദൂരം അർപ്പിച്ചു. മാത്രമല്ല, പോലീസ് FIRൽ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന സൈനികരുടെ വീട്ടിൽ എത്തി കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു. വിശദാംശങ്ങൾ മനോജ്. അനിൽനമ്പ്യാർ, ഇന്ന് വൈകിട്ടോടുകൂടിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുതുവിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തിയത്. അവിടെ ഉണ്ടായിരുന്ന സൈനികരായിട്ടുള്ള യുവാക്കളെ കാണുകയും അതോടൊപ്പം തന്നെ ഈ സിന്ദൂരം അദ്ദേഹം കയ്യിലെടുത്ത് ഈ അത്തപ്പൂക്കളത്തിൽ ചാർത്തുകയും ചെയ്തു. അതായത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നമുക്കറിയാം, വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന അത്തപ്പൂക്കളം, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ആലേഖനം ചെയ്ത ഭഗവത് പതാകയുമൊക്കെ ഉണ്ടായിരുന്ന ആ അത്തപ്പൂക്കളം ഒരുക്കിയതിൽ അവിടെയുണ്ടായിരുന്ന നിരവധി യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. അതിൽ ഒന്നാം പ്രതിയായിട്ടുള്ളത് വിമുക്ത പഠനം, രണ്ടാം പ്രതിയായിട്ടുള്ളത് നിലവിൽ സൈനിക സേവനം അനുഷ്ഠിക്കുന്ന ആളുമാണ്. അത്തരത്തിൽ സൈനികർക്കെതിരെ എടുത്ത കേസ്, ഈ വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ മുതിർന്ന BJP നേതാക്കളടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. അതോടൊപ്പം തന്നെയാണ് കേന്ദ്രമന്ത്രിയും ഇന്ന് അവിടേക്ക് എത്തിയത്. അവിടെ എത്തി ഐക്യദാർഢ്യം അറിയിക്കുകയായിരുന്നു. മറ്റൊന്നും അദ്ദേഹം പറയാൻ മുതിർന്നില്ല. അതായത് തൻ്റെ മറുപടി ഈ സിന്ദൂരം ചാർത്തിയതിലുണ്ട് എന്നുള്ളതാണ്. അതായത് എത്രയൊക്കെ തന്നെ മാറ്റാൻ ശ്രമിച്ചാലും അവിടെ അത് ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ച് വെക്കുന്നത്. എന്തായാലും ഈ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളുടെ അതിൽ ചില രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ചാണ് പോലീസ് ഇങ്ങനെ പ്രവർത്തിച്ചതെന്നാണ് ഉയരുന്ന ആക്ഷേപം. അതായത് ഭരണസമിതി അംഗങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടേക്ക് എത്തി അത്തപ്പൂക്കളം മാറ്റാൻ ആവശ്യപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ, അതായത് ആക്രോശിച്ചുകൊണ്ടാണ് അവിടെ പോലീസ് ഇടപെടുന്നത്. സൗമ്യമായി തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പോലീസിന് സാധിക്കുമായിരുന്നു. പക്ഷേ പോലീസ് അതിൽ ഇടപെട്ടു. അതോടൊപ്പം തന്നെ പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഈ രണ്ടുപേർക്കും, അതായത് ക്ഷേത്ര ഭരണസമിതിക്കും അതോടൊപ്പം തന്നെ ഈ യുവാക്കൾക്കും അവിടെ അത്തപ്പൂക്കളം ഒരുക്കുവാൻ വേണ്ടി സ്ഥലം വരെ തിരിച്ചു നൽകിയിരുന്നു. അവിടെ ഈ പോലീസ് കാവൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ അത്തപ്പൂക്കളം ഒരുക്കുന്നതും. പിന്നീടാണ് ഈ ഭരണസമിതിയുടെ പരാതിയിൽ പോലീസ് വന്ന് അവിടെ അത്തപ്പൂക്കളം മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത്. എന്തായാലും അതിനുശേഷം ഈ 25ഓളം പേർക്കെതിരെ, ആകെ 27 പേരെയാണ് ഈ FIRലുള്ളത്. അങ്ങനെ അവർക്കെതിരെ കേസെടുക്കുകയും പിന്നീട് അത് ശക്തമായ പ്രതിഷേധത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ആ പ്രതിഷേധം അറിയിച്ചുകൊണ്ട്, ഈ സൈനികർക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് കൂടെയാണ് ഇന്ന് കേന്ദ്രമന്ത്രി അവിടേക്ക് എത്തിയത്. കാര്യങ്ങൾ അവരോട് സംസാരിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹം കൃത്യമായൊരു മറുപടി ആ സിന്ദൂരത്തിലൂടെ അവിടെ സൂചിപ്പിച്ചിട്ടാണ് പോകുന്നത്. നാളെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് BJPയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് BJPയുടെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് ഉണ്ടാകും. പോലീസ് ഇക്കാര്യത്തിൽ ഏത് തരത്തിലാണ് ഇടപെട്ടതെന്നൊക്കെ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. എന്തായാലും പോലീസിന്റെ ഒരു ന്യായീകരണം എന്ന് പറയുന്നത്, അവിടെ ഉണ്ടായിരുന്ന ആ കൊടിയും അതോടൊപ്പം തന്നെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച കൊടിയും അതോടൊപ്പം അതിന് റോഡിന് മറുവശത്ത് നിൽക്കുന്ന ഒരു ബോർഡുമാണ്. പക്ഷേ അതിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒന്നും തന്നെ അതിലില്ല എന്നുള്ളതാണ് അവിടെയുള്ള യുവാക്കളൊക്കെ പറയുന്നത്. കാരണം അതൊക്കെ തന്നെ ഒരു ഹൈന്ദവ വിശ്വാസികളുടെ ഒരു പ്രതീകമായി അവർ ഭഗവത് പതാകയെ കാണുന്നു എന്നുള്ളതാണ്. എന്തായാലും അതിലൊക്കെ തന്നെയാണ് അവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. പ്രതിഷേധവും ശക്തമാവുകയാണ്. FIR പിൻവലിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. കൊല്ലം ശാസ്താംകോട്ട മുതുവിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പൂക്കളത്തിൽ സിന്ദൂരം അർപ്പിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പൂക്കളമിട്ടതിൽ കേസെടുത്തവർക്കുള്ള മറുപടിയായിട്ടാണ് സിന്ദൂരം അർപ്പിച്ചതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി. എം മനോജാണ് വിവരങ്ങൾ നൽകിയത്.